ലോകമെമ്പാടും പ്രേമസ്വരൂപനായ സ്നേഹസ്വരൂപനായ സായീശ്വരൻ്റെ അവതാര പുരുഷൻ്റെ 99-ാം ജന്മജയന്തി ലോകമെമ്പാടും, ഇന്ത്യയിലെന്നല്ല കേരളത്തിലെന്നല്ല ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ തിരുവനന്തപുരം പോർട്ട് സമിതിയുടെ നേതൃത്വത്തിൽ ഈ 99-ാം ജന്മജയന്തി ഈ 2024 നവംബർ മുതൽ അടുത്ത വർഷം 2025 നവംബർ വരെ നീണ്ടു നിൽക്കുന്ന വർഷാചരണ ആഘോഷ പരിപാടിയാണ്. ഇവിടെ ഇന്നിപ്പോൾ ഹൃദയ സംഗമം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഒരാഴ്ച കാലം ഈ 17-ാം തീയതി മുതൽ 23-ാം തീയതി വരെ സമാരംഭിക്കുന്ന വാരാചരണമാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഹൃദയ സംഗമം എന്ന പേരിൽ ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷവും കുറച്ച് മെഡിക്കൽ ക്യാമ്പായിരുന്നു. ഈ വരുന്ന അടുത്ത 100-ാം വർഷം നമ്മൾ കേരളത്തിലെ ഗവൺമെൻറ് സർവീസിലും പ്രൈവറ്റ് സർവീസിലും ലഭ്യമായ എല്ലാ എക്സ്പെർട്ട് ഫാക്കൽറ്റീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുൻപൊരിക്കൽ മുട്ടത്തറ നടത്തിയ പോലെ ഇവിടെ നമ്മൾ സംഘടിപ്പിക്കും. ക്യാൻസർ, ആയുർവേദം, ഹോമിയോപ്പതി, അലോപ്പതി, ഡെൻ്റൽ, അലോപ്പതിയിലെ തന്നെ വിവിധ വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പായിരിക്കും വരാൻ. ഒന്നും വ്യത്യാസമില്ലാതെ സഹായിച്ചു കൊണ്ടേയിരിക്കാം. ഇതാണ് ഭഗവാൻ സത്യസായി ബാബ നമ്മളെ പഠിപ്പിച്ചത്. അതനുസരിച്ചുള്ള ഒരു എളിയ പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിവിടെ ചെയ്യുന്നു എന്നൊരു ഡൂവർഷിപ്പ്, കർത്തൃത്വ ബോധം നമുക്ക് അശേഷമില്ല. സ്വാമിയുടെ 95-ാം ജയന്തിയോട് അനുബന്ധിച്ചാണ് ഒരു സമ്മേളനമായിട്ടൊക്കെ മാറ്റി ഗംഭീരമായിട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഇവിടെ ഭഗവാൻ സത്യസായി ബാബയുടെ മഹത്വം, സത്യസായി ബാബയുടെ അവതാര ഉദ്ദേശമൊക്കെ ഇതിനു മുമ്പ് ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. പുട്ടുപർത്തിയിൽ ഭഗവാൻ വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രദേശത്തുള്ള മുസ്ലിം സഹോദരന്മാർക്ക് ആരാധിക്കാനുള്ള മുസ്ലിം പള്ളിയില്ല, മോസ്കില്ല. അപ്പോൾ സ്വാമി അവർക്ക് ഭഗവാന്റെ ജന്മസ്ഥലത്തിന് കുറച്ച് മാറിയിട്ട് ഒരു മുസ്ലിം പള്ളി വെച്ചു കൊടുത്തു. അപ്പോൾ വളരെ സന്തോഷമായി മുസ്ലിം സഹോദരന്മാർക്ക്. അപ്പോൾ ആ സമുദായത്തിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഭഗവാൻ സത്യസായി വന്ന് കണ്ടു. ഞങ്ങൾക്ക് വളരെ സന്തോഷം, ഞങ്ങൾ നന്ദി അറിയിക്കാനാണ് വന്നത്. നന്ദി അറിയിക്കുന്നത് മാത്രമല്ല, ആ അങ്ങയുടെ വിശാലമായ മനസ്സ്, സ്വാമിയുടെ മനസ്സ് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് സ്വാമിയുടെ ഒരു ഫോട്ടോ ഞങ്ങൾ പള്ളിയിൽ വയ്ക്കാൻ പോവുകയാണ്, അതിന് അനുവാദം തരണം. സ്വാമി പ്രേമസ്വരൂപനായ ഭഗവാൻ പറഞ്ഞു, അത് വേണ്ട, അത് നിങ്ങളുടെ വിശ്വാസങ്ങൾക്കെതിരാണ്. ഫോട്ടോ വെച്ചുള്ള ആരാധന ഇല്ലല്ലോ നിങ്ങൾക്ക്, അതുകൊണ്ട് എൻ്റെ ഫോട്ടോ നിങ്ങൾ വയ്ക്കണ്ട. ഇതാണ് ഭഗവാൻ സത്യസായി ബാബ. ജയന്തിയാണ് നമ്മൾ നിങ്ങളോടൊപ്പം ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ
അപ്പോൾ അതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. നമുക്ക് അതിലേക്കായിട്ട് നമ്മൾ വയസ്സിലേക്കായിട്ട് നമ്മൾ 2 മകള ആൻറ്റിമാരുണ്ട്. പിന്നെ ജയശ്രീ ചേച്ചി പ്രത്യേകം പറയൂ. ഓം ശ്രീ സായിറാം. എന്റെ പേര് ഡോക്ടർ പാർത്ഥസാരഥി. പറഞ്ഞേ. അറിയാം. സ്വാമിക്ക് ആശുപത്രിയുണ്ട്, ബാംഗ്ലൂരുണ്ട്, പുട്ടപർത്തിയിലുണ്ട്. അവിടെ എല്ലാം സ്വാമി ഹൃദയത്തിനുള്ള ചികിത്സയുണ്ട്, ഞരമ്പുകൾക്കുള്ള ചികിത്സയുണ്ട്, എല്ലാം നടത്തുന്നുണ്ട്. അതേപോലെ അവിടെ പോയി ചെന്ന് ചികിത്സ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ സ്വാമി അവരുടെ നാട്ടിലോട്ടും അവരുടെ താമസ സ്ഥലങ്ങളിലോട്ടും വിട്ട് ചികിത്സ തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇവിടെ വന്നിരുന്നു. സാറ് പറയുകയുണ്ടായി, ഇപ്പൊ നമ്മളെല്ലാവരും ഒരേപോലത്തെ മനുഷ്യരാണ്, അല്ലയോ? ഒരുപോലെ അല്ലേ? നമ്മളെല്ലാവരും ഒരേ മനുഷ്യരാണ്. നമുക്കെല്ലാവർക്കും ചിന്തിക്കാനും പറയാനും ഒക്കെ ചെറിയ ചെറിയ കുഴപ്പങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട്, അല്ലേ? നമുക്കെല്ലാവർക്കും, ഞാനും ചിലപ്പം ചില കാര്യങ്ങൾ മറന്നുപോകും, നിങ്ങളും മറന്നുപോയി. നിങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. നമ്മൾ എല്ലാവരും ഒരേപോലെയാണ്. നമ്മളെല്ലാവരും സദ്യ ഉണ്ണാൻ പോവുകയാണ്. നമ്മളെല്ലാവരും നല്ല ഉടുപ്പൊക്കെ ഇട്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും പാൻറ്റും ഉടുപ്പും ബെൽറ്റും എല്ലാം വെച്ചിരിക്കുകയാണ്, അല്ലേ? നമുക്കൊരു വ്യത്യാസവും ഇല്ല, നമ്മൾ തമ്മിൽ ഒന്നുമില്ല. പക്ഷെ വ്യത്യാസമുള്ളത് ചെറിയ കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് കുറവ്, പ്രവർത്തിക്കാനുള്ള കഴിവ് കുറവ്, തിരിച്ചു പറയാനുള്ള കഴിവ് കുറവ്. അതിനെ നമ്മൾ ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും മറ്റു തരത്തിലുള്ള ചില മരുന്നുകളുടെ ഉപയോഗം കൊണ്ടും മാറ്റാൻ പറ്റുന്നിടത്തോളം നമുക്ക് മാറ്റാൻ സാധിക്കും. നിങ്ങൾക്ക് അതൊക്കെ മാറി വരണ്ടേ? കാരണം നിങ്ങൾ ഞങ്ങളെയൊക്കെ പോലെ എല്ലായിടത്തും ഒറ്റയ്ക്ക് സഞ്ചരിക്കണം, ഒറ്റയ്ക്ക് പോകണം, ഒറ്റയ്ക്ക് വരണം, കാര്യങ്ങൾ നടത്തണം, എഴുതണം, വായിക്കണം, പൈസകളുടെ സുഖവും ദുഃഖവും, അല്ലേ? അതിൽ നിങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റുക, അതാണ് നമ്മളുടെ ആവശ്യം. സുഖം നിങ്ങൾക്ക് ഇവിടെ നിന്ന് എല്ലാം ഇവർ തരുന്നുണ്ട്, എല്ലാം തരുന്നില്ലേ? എന്ത് വേണം പിന്നെ? അങ്ങനെയാണ് നമ്മൾ ഈ ക്യാമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാം ईश्वराय विद्महे
विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय नमः पार्वती पदये हर हर नमः पार्वती पदये हर 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 शंकर महादेवा हर हर शंकर महादेवा हर हर शंकर महादेवा हर हर प्रेममयी साई माँ, ज्ञानमयी साई माँ, प्रेममयी साई माँ, ज्ञानमयी साई माँ, प्रेममयी साई माँ, ज्ञानमयी साई माँ,
ഇരിക്കുക, ജീവിച്ച് കാണിക്കുക. തുടർന്ന് എൻ്റെ മെസ്സേജ് അടുത്ത പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് നീ കാണിക്കുക. അപ്പോൾ നീ എന്താകും? ഞാനായി മാറും. നിന്നെ എന്നെ പോലെ സ്നേഹിക്കും. ഇതാണ് സ്വാമി നമുക്ക് തന്ന മെസ്സേജ്. നമുക്കറിയാം എത്ര കാലമായി സ്വാമി നമുക്ക് സ്പീച്ചില്ലാത്ത ദിവസങ്ങൾ പുട്ടപ്പുറത്തിയിലുണ്ടായിരുന്നു. ഭഗവാന്റെ ദർശനമില്ലാത്ത ദിവസം പുട്ടപ്പുറത്തിയിലുണ്ടായിരുന്നു. ഒരു ദിവസം സ്വാമിയെ കണ്ടില്ല എങ്കിൽ അവിടുത്തെ അന്തേവാസികളായ ഭക്തർ ഭഗവാനെ എത്ര മിസ് ചെയ്യുമായിരുന്നു. വ്യാഴാഴ്ച ദിവസം ഭജനയ്ക്ക് വന്നില്ലെങ്കിൽ നമുക്ക് മിസ് ചെയ്യും. നമുക്ക് അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വല്ലപ്പോഴും മാത്രമാണ് നമ്മൾ പുട്ടപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. നമുക്കെന്നും ഭഗവാൻ ഫോട്ടോയിലുള്ള ഭഗവാനായിരുന്നു, അല്ലേ? അപ്പോൾ ആലോചിച്ച് നോക്കൂ, സ്വാമിയെ ദിവസവും കണ്ടിരുന്ന ഭക്തർക്ക് സ്വാമിയെ കാണാതായപ്പോൾ ഉണ്ടാകുന്ന വിഷമം. പക്ഷെ സ്വാമി പറഞ്ഞു, സ്വാമി എന്ത് ചെയ്തു? ആർക്കും വിഷമം വരുത്താതെ ഭഗവാൻ പയ്യെ 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 തൻ്റെ ദേഹത്യാഗം ചെയ്തു. അതെന്തുകൊണ്ടാണ്? ഭക്തനോടുള്ള സ്നേഹം കൊണ്ട്. അപ്പൊ സ്വാമി 99 വർഷം ഈ ഭൂമിയിൽ വന്നിട്ട് 99 വർഷമാണ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഈ ഇത്രയും കാലം സ്വാമിയോടൊപ്പം ജീവിച്ചിട്ട് സ്വാമിയുടെ എന്ത് മെസ്സേജാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിട്ടുള്ളത്. സാധന ചെയ്യണം. സ്വാമി പറയുന്നു, ദിവസവും സാധന ചെയ്യുക. നമ്മൾ സാധന ചെയ്ത് നമ്മുടെ വരും തലമുറയ്ക്ക് അത് മാതൃകയാക്കുക. ദിവസവും സായി നാമം പറയുക. ഏത് നാമവും പറയാം, സ്വാമിയിലാണ് നിൽക്കുന്നത്. നമുക്കൊരു പുണ്യ പുരാതന പരമ്പരാഗത ഒരു രീതിയുണ്ട്.
മനുഷ്യത്വമുള്ള കുട്ടികളാണെന്ന് തോന്നുന്നു. നിങ്ങളൊക്കെ ആരാണ്? എവിടെ നിന്ന് വരുന്നു? അല്ല, എന്താ മക്കളെ ഈ നാരായണ സേവ? ഞങ്ങൾ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ബാലവികാസ് വിദ്യാർത്ഥികളാണ്. ഇതാണ് ഞങ്ങളുടെ ഗുരു. മുത്തശ്ശി, നാരായണ സേവ എന്നാൽ നാം മറ്റുള്ളവരെ സഹായിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത് ദൈവത്തെ തന്നെ സേവിക്കുന്നത് പോലെയാണ്. വിശക്കുന്നവന്റെ ഉള്ളിലുള്ള ഈശ്വരനെ നാം സേവിക്കുന്നത്. ഈശ്വരൻ എല്ലാവരെയും ഒരേപോലെയാണ്. ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് മാനവസേവ, മാധവസേവ, ജനസേവ, ജനാർദ്ദന സേവ, നരസേവ, നാരായണ സേവ. അമ്മേ, സായിറാം, അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഞങ്ങളുടെ സത്യസായി സമിതി ഇവിടെ അടുത്താണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. സ്ഥലം ഫോർട്ട് സമിതി. ഗുരുവും കുട്ടികളും മുത്തശ്ശിയും സമിതിയിൽ എത്തുന്നു. ഇവിടെ വന്നിട്ട് ഒരു അമ്പലം പോലെ ഉണ്ടല്ലോ. ആരുടെ വിഗ്രഹമാണ് മക്കളെ ഇത്? ഇത് ഭഗവാൻ ശ്രീ സത്യസായി ബാബയാണ്. ആരാണ് സത്യസായി ബാബ? ചെറുപ്പത്തിൽ ഞാൻ കേട്ടതായി ഓർക്കുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് ബാബയെ കുറിച്ച് വിശദമായി പറഞ്ഞു തരണേ. അമ്മ ആദ്യം ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾ വിശദമായി തന്നെ അമ്മയ്ക്ക് ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞു തരാം. ഇപ്പോഴാണ് ക്ഷീണമൊന്ന് മാറിയത്. മക്കളെ, മുത്തശ്ശിക്ക് ഇനി ഭഗവാനെ കുറിച്ചുള്ള കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. ടീച്ചർ, ഞാൻ പറയാം. ഭഗവാൻ സത്യസായി ബാബ ആന്ധ്രയിൽ പുട്ടവർത്തി എന്ന ഗ്രാമത്തിൽ ജനിച്ചു. അച്ഛൻ ബദ്ധവൽക്കപ്പരാജു, അമ്മ ഈശ്വരാമ്മ. 1926 നവംബർ 23 ഭഗവാൻ ജനിച്ചത്. തേജോമായനായ കുഞ്ഞായിരുന്നു. സത്യനാരായണ രാജു എന്നാണ് വീട്ടുകാരുടെ പേര്. എല്ലാവരും സത്യം എന്ന് വിളിക്കുമായിരുന്നു. ഞാൻ പറയാം. ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ആ വീട്ടിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിരുന്നു. ആ വീട്ടിലെ വാദ്യോപകരണങ്ങളിൽ നിന്ന് തനിയ സംഗീതമായിരുന്നു. അപ്പോൾ തന്നെ ആ വീട്ടിലേക്ക് മനസ്സിലായി അതിന് ദിവ്യനായ കുഞ്ഞാണ്. കേട്ടപ്പോൾ തന്നെ അതിശയം തോന്നുന്നു. നിങ്ങൾക്ക് ഈ കഥകളൊക്കെ എങ്ങനെ അറിയാം? അമ്മേ, ഞാനാണ് കുട്ടികൾക്ക് ഭഗവാൻ സത്യസായി ബാബയുടെ ജീവചരിത്രമൊക്കെ പറഞ്ഞു കൊടുത്തത്. ഭഗവാൻ ബാബ ശ്രീകൃഷ്ണ അവതാരത്തെ പോലെ ഒരു പൂർണ്ണ അവതാരമായിരുന്നു. സത്യം സാധാരണ കുട്ടികളെ പോലെ ആയിരുന്നില്ല. എല്ലാവരോടും വളരെ സ്നേഹത്തോടെയാ പെരുമാറിയിരുന്നത്. തെരുവിലൂടെ പോകുന്ന പാവപ്പെട്ടവർക്ക് സത്യം വീട്ടിലുള്ളതൊക്കെ എടുത്തു കൊടുക്കുമായിരുന്നു. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എല്ലാവരെയും സ്നേഹിക്കാനും സേവിക്കാനും താല്പര്യം കാണിച്ചിരുന്നു. മറ്റുള്ളവരെ പഠിപ്പിക്കുമായിരുന്നു സത്യത്തിലൂടെ. എല്ലാ ഗ്രാമവാസികൾക്കും സത്യം വളരെ പ്രിയങ്കരനായിരുന്നു. അതുമാത്രം
സമയം കിട്ടുമ്പോഴൊക്കെ സത്യൻ കുട്ടികൾക്ക് മാനുഷിക മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. കള്ളം പറയരുത്, ആരെയും വിമർശിക്കരുത്, മുതിർന്നവരെ അനുസരിക്കണം, ആദരിക്കണം എന്നിങ്ങനെ ഉപദേശിക്കുമായിരുന്നു. ശ്രീ സായിരാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ കോടിക്കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ബഹുമാന്യായ ആദരണീയനായ ഹൈക്കോടതി ജസ്റ്റിസ് ശ്രീ നഗരേഷ് സാർ, ശ്രീ ശ്രീകുമാരൻ തമ്പി, സത്യസായി ഓർഗനൈസേഷൻ്റെ ഭാരവാഹികളെ, ഭഗവാന്റെ ഭക്തജനങ്ങളെ, ആക്ച്വലി ഇന്ന് എനിക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോഗ്രാമായിട്ട് നെതർലാൻഡ്സ് വന്നതുകൊണ്ട്, അതും നാഷണൽ ഹൈഡ്രജൻ മിഷൻ, അത് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സങ്കല്പം അത് ഇന്ന് റിയാലിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടും ക്ലീനർ ഫ്യൂവലിലേക്ക് മാറണം. ദി ഡേ ഇന്ത്യ യൂസ് ഹൈഡ്രജൻ ആസ് എ ഫ്യൂവൽ ഇന്ത്യ ക്യാൻ പ്രോസ്പർ എ ലോട്ട് എന്നുള്ള ഭഗവാൻ 30ഓളം വർഷം മുൻപ് നടത്തിയൊരു പ്രവചനമാണ്. അത് ഇന്നിപ്പം റിയാലിറ്റിയിൽ വന്നിരിക്കുകയാണ്. നെതർലൻഡ്സും ഇന്ത്യയുമായിട്ടൊരു കോപ്പറേഷൻ്റെ പാർട്ടായിട്ട് ഇന്ത്യയിൽ നിന്നുള്ളൊരു വലിയ ടീം, സയൻസ് ആൻഡ് ടെക്നോളജി, MNRE സെക്രട്ടറി, മിക്കവാറുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള പല ഡിപ്പാർട്ട്മെൻറ്റ്സ്, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നെല്ലാ ആളുകളും ഇവിടെ നെതർലൻഡ്സിൽ പഠിച്ചിട്ട് ഇന്നുകൊണ്ടാണ് തീർന്നത്. TNO ഇവിടുത്തെ മെയിൻ യൂണിവേഴ്സിറ്റീസ് അതുള്ള എല്ലാ സ്ഥാപനങ്ങളിലും പോയിട്ട് ഞങ്ങൾ നാളെ രാവിലെ തിരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് റെക്കോർഡ് ചെയ്ത് അയക്കേണ്ടി വന്നത്. അതർവൈസ് ഐ വുഡ് ഹാവ് ലവ് ടു ബി പാർട്ട് ഓഫ് ദാറ്റ്. ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഓരോ മിഷനിൽ we are all instruments. He is the embodiment of love. Swami always used to call us Prema Swarupalara because we have to realize that we are also embodiments of love. അത് റിയലൈസ് ചെയ്യുക. ആ ഒരു ദാറ്റ്സ് എ റിയൽ സെൽഫ് റിയലൈസേഷൻ. അതിന്
ഇന്ന് ലോകത്തിൽ അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. സ്നേഹം നമ്മുടെ ആക്ഷനിലൂടെ ആയാലും നമ്മുടെ സംസാരത്തിലായാലും നമ്മുടെ പ്രവൃത്തിയിലായാലും എല്ലാം കൊണ്ടുവരേണ്ടതുണ്ട്. ദെൻ വേൾഡ് വിൽ ബി എ ബെറ്റർ പ്ലേസ്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, യു സെൽഫ് ഇൻഡിവിജ്വൽ ട്രാൻസ്ഫോർമേഷൻ വഴി മാത്രമേ ലോകത്തിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുള്ളൂ. ഇൻഫർമേഷൻ ഏജിൽ ഈ ട്രാൻസ്ഫോർമേഷനാണ്, ഈ മൈൻഡ് സെറ്റുള്ള ചേഞ്ചാണ് ആവശ്യമായിട്ടുള്ളത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, വിശിഷ്ട വ്യക്തികളെല്ലാം ഉള്ളതുകൊണ്ട് ഒരു വാക്കിൽ ഞാൻ നിർത്താം. ഭഗവാന്റെ ഏറ്റവും വലിയ മെസ്സേജും നമുക്ക് വി ഷുഡ് ലുക്ക് അറ്റ് അവർ സെൽസ് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് വി ആർ ഡൂയിങ്. ഭഗവാൻ ലൈക്സ് യു ടു ഡു സെൽഫ്ലെസ് സർവീസ് ആൻഡ് ഹി ആൾവേസ് യൂസ് ടു ലൈക്ക് പീപ്പിൾ ഹൂ ഡസ് സർവീസ്. ബിക്കോസ് സർവീസ് വഴി സ്വാമി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പേഴ്സൺ ഹൂ സർവ്സ്, ഈവൻ ഒരു സ്കാർഫ് ഇട്ടിട്ടിരിക്കുന്ന ഒരു സെർവ് ചെയ്തിട്ടുള്ളവരാണെങ്കിലും അവരുടെ സെവറൽ ഐ അണ്ടർടേക്ക് ഞാൻ അവരുടെ എല്ലാ വെൽഫെയറും ഐ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ദാറ്റ്സ് എ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ്. സർവീസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്ന അന്ന് ജീവിതത്തിൽ കഴിയുന്നത്ര മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക. ദാറ്റ്സ് എ ഗ്രേറ്റസ്റ്റ് മെസ്സേജ്. എനിക്ക് തോന്നുന്നു ഭഗവാന്റെ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും അതോടൊപ്പം അവർ കൂടുതൽ ദേ ഷുഡ് റിയലൈസ് ദി ഗോഡ് വിത്തിൻ ദം. അതാണ് സെൽഫ് റിയലൈസേഷൻ. അതിനുവേണ്ടി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഭഗവാന്റെ 99ാമത്തെ തിരുജയന്തി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നടക്കുന്ന ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് സായിറാം. Swami Hariyan Daya
സത്യസായി മഹാദേവ മംഗള ആരതി അന്തു മംഗള ആരതി അന്തു മംഗളഗിരിധാരി ഓം ജയ ജഗദീശ ഹരി നാരായണ 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 ഓം ജയ സദ്ഗുരുദേവ നാരായണ 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 ഓം ജയ സദ്ഗുരുദേവ നാരായണ 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 ഓം ജയ സദ്ഗുരുദേവ ശാന്തി 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 സമസ്തലോകാ സുഖിനോ ഭവന്തു സമസ്തലോകാ സുഖിനോ ഭവന്തു സമ